നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. റാന്നിയിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിനൊപ്പം ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഷിജോ, അപ്പോൾ റാന്നിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDFന് ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് കടക്കുന്നത്. പഴകുളം മധുവിലൂടെ ആ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണോ UDF? എന്തൊക്കെയാണ് ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? പ്രവിത, റാന്നി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. വലിയ സ്വീകരണമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന് ലഭിക്കുന്നത്. ഇത്തവണ റാന്നി നിയോജക മണ്ഡലം LDFിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള സർവ്വശ്രമവും UDF ആരംഭിച്ചിട്ടുണ്ട്. മധുചേട്ടാ, അപ്പോ വലിയ സ്വീകരണം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ്. എന്താണ് ഇത്തവണ റാന്നിയിൽ UDFന്റെ പ്രതീക്ഷ? ആവേശമുണർത്തുന്ന ഒരു സ്വീകരണമാണ് ഇവിടെ സാധാരണക്കാരായ റാന്നി നിവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി ഈ നിയോജക മണ്ഡലം ആഗ്രഹിക്കുന്ന ഒരു മാറ്റവും ഇവിടെ ഉണ്ടാകുന്നില്ല. വികസനത്തിന്റെ മരുപ്പറമ്പായി റാന്നിയെ മാറ്റിയത് ആരാണ്? അവർക്കെതിരായിട്ടുള്ള അതിശക്തമായ ജനമുന്നേറ്റമായി തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഈ ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. റാന്നി നിയോജക മണ്ഡലം ശബരിമല ഉൾപ്പെടുന്ന ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിൽ UDF പ്രചരണം ഇതിനോടൊപ്പം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചടിയാകില്ല എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ ഒരു വിശ്വാസം. ശബരിമല വിഷയം ഇവിടെ പ്രചാരണ വിഷയമാകുമോ? ശബരിമല ക്ഷേത്രം ഈ പുണ്യഭൂമിയിലാണ് നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ശബരിമല അയ്യപ്പന്റെ ഈ പുണ്യഭൂമിയിൽ സ്വർണ്ണ കൊള്ള നടന്നിട്ട് യുവതി പ്രവേശത്തിന്റെ പേരിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ചൈതന്യം തകർക്കാൻ ശ്രമിച്ചിട്ട് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി നിയമസഭയ്ക്കകത്ത് അതിനെതിരായി ഒരക്ഷരമുരിയാടിയില്ല. ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിലെ ഉന്നതന്മാരുടെയും കൊള്ളയ്ക്കെതിരായി ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ MLA തയ്യാറായിട്ടില്ല. ജനങ്ങൾ ഒന്നടങ്കം, ഹിന്ദുക്കൾ മാത്രമല്ല. കാര്യം ഇതിനകത്ത് UDFന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ചുകൊണ്ട് ആദ്യം ഒരു അനിശ്ചിതത്വം, കുറെ വൈകൽ. LDF ആണെങ്കിൽ ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കാറായി. അപ്പോൾ UDF തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതൊരു തിരിച്ചടിയാകുമെന്ന് ഭയക്കുന്നുണ്ടോ? കണ്ടില്ലേ ഈ ആവേശം, ജനങ്ങളുടെ ആവേശം കണ്ടില്ലേ? UDF എല്ലാ കാലത്തെയും അപേക്ഷിച്ച് ഒന്നാം തരം സ്ഥാനാർത്ഥികളെ നടത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗത്തിന്റെ തോളിലേറി റാന്നി ഉൾപ്പെടെ 100-ലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ UDFും കോൺഗ്രസും വിജയിച്ച് അധികാരത്തിൽ വരും എന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ്, സൂചനയാണ് ഈ ജനക്കൂട്ടവും ജനങ്ങളുടെ ഈ വർദ്ധിച്ച ആവേശവും. ഈ ആവേശം കാണിക്കുന്നത് റാന്നിക്കും മടുത്തിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം തുടർ ഭരണത്തിന്റെ ആനുകൂല്യമുണ്ടായിട്ട് റാന്നിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ കാറിംഗ് നടത്താൻ പോലും കഴിയാതെ, ഒരു പാലത്തിന് 3 തവണ ഉദ്ഘാടനം നടത്തിയിട്ട് അതുപോലെ നിർവഹിക്കാൻ കഴിയാത്ത ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞ് റാന്നിക്കൊരു സർക്കാർ ഓഫീസ് പോലും ഇല്ലാത്ത ഒരു ദുരവസ്ഥയാണ് ഇവിടെ. അടുത്ത 5 വർഷം റാന്നി ആഗ്രഹിക്കുന്നതും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഞാൻ മുൻപോട്ട് വെക്കുന്നതും 30 വർഷക്കാലം റാന്നിക്ക് നഷ്ടപ്പെട്ടതെല്ലാം കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ച് ഈ മണ്ണിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റു കാര്യം, പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. അല്പസമയം മുമ്പാണ് MLA ബോർഡ് വെച്ച വാഹനത്തിൽ MLA രാഹുൽ മാങ്കൂടത്തിൽ ഇതുവഴി കടന്നുപോയത്. അപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന് ചോദിച്ചു. താൻ പാലക്കാട് നിന്ന് വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂടത്തിൽ പ്രചരണത്തിന് ഇറങ്ങുമോ? ഇല്ല, അദ്ദേഹത്തിന്റെ യാത്രാമധ്യേ ഈ വഴി പോയി. അദ്ദേഹത്തിന് ഈ വഴി പോകരുതെന്ന് പറയാൻ ആർക്കാണ് കഴിയുക? അദ്ദേഹത്തിന്റെ മാതയിൽ കൂടി പോയി. ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്കകത്തില്ല. നാളെ അദ്ദേഹം വരുന്നത് നമുക്ക് പറയാൻ കഴിയത്തുമില്ല. അപ്പൊ അദ്ദേഹം ഈ വഴിയൂടെ പോയി. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ അവരെ കണ്ടു കാണും, സംസാരിച്ചു. അതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മൾ ഏത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്രചരണം എന്തായിരിക്കും? രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്ന പ്രചരണ ആയുധം എന്തായിരിക്കും? ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വികസന മുരടിപ്പാണ്. ഇവിടെ ഒന്നുമില്ല. ഒരു സർക്കാർ ആശുപത്രി ഇല്ല, കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമില്ല. റാന്നി സെന്റ് തോമസ് കോളേജും ഒരു പോളിടെക്നിക്കും മാത്രം. നിങ്ങൾ നോക്കൂ, സമീപ പ്രദേശങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഈ 3 പതിറ്റാണ്ട് കാലം ഉണ്ടായി. ഇവിടെ മാത്രം എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു? റാന്നിയോട് ക്രൂരമായ അവഗണനയാണ് ഈ കാലത്ത് കാണിച്ചത്. അതിനെതിരായി ശബ്ദിക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല. അടുത്ത 5 വർഷം അതിനെതിരായി ശബ്ദിക്കാൻ ആളുണ്ടാകും. വികസനം വരും, റാന്നി മാറും, UDF തിരിച്ചു വരും, റാന്നി കുതിച്ചുയരും. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് തന്നെയാണ്. അതായത് റാന്നി UDF തിരിച്ചു പിടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി പഴകുളം മധു പങ്കുവെക്കുന്നത്. വികസന മുരടിപ്പ് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് റാന്നിയെ തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് പഴകുളം മധു തന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രചരണം തുടങ്ങുന്നത്. പ്രവിത, ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പഴകുളം മധു എതിരിടുന്നത് നിലവിൽ സിറ്റിംഗ് MLA ആയ
പ്രമോദ് നാരായണനെതിരെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ UDF സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ 100+ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലെങ്ങ് നിൽക്കുകയാണ്. 100-ലധികം സീറ്റുകൾ നേടി. അതെ, UDF-നെ സംബന്ധിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2 തവണ കൈവിട്ട ആ ഒരു സീറ്റ് തിരിച്ചെടുക്കാനാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വലിയൊരു വിജയം, അതിന്റെ ഒരു ആത്മവിശ്വാസം എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു. ആകെ ഒരു പ്രശ്നമായി നിന്നിരുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ചില നേതാക്കൾക്കുണ്ടായി, പ്രത്യേകിച്ച് എസ് സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളും ആയി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. തർക്കങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. അതെ, അതിനോടകം തന്നെ പ്രചാരണം ശക്തമാക്കാനാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും റാന്നിയിലും പ്രചാരണം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.